ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 5ാം ക്ലാസ് മസാഇൽ ഫിഖ്, വാർഷിക എക്സാം, പബ്ലിക് എക്സാം, പൊതുപരീക്ഷ എല്ലാവർക്കും ഉപകാരപ്പെടുത്താവുന്ന ഒരു ചോദ്യപേപ്പറാണ്. നമ്മൾ മുമ്പ് ചെയ്ത ചോദ്യപേപ്പറുകളൊക്കെ ഉണ്ട്, അതിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് 90% ഇതിലുള്ളത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കോളത്ത് ശരി അടയാളപ്പെടുത്തണം. 1. ജം ആക്കാൻ പറ്റാത്ത നിസ്കാരം. ജം ആക്കാൻ പറ്റാത്തത് സുബ്ഹാണ്. ജംഉം കസറും പറ്റാത്ത നിസ്കാരമാണ് സുബ്ഹ്. ഇക്കാമത്തിന് ശേഷം എഴുന്നേൽക്കൽ. എന്താണ് ഇക്കാമത്തിന് ശേഷം എഴുന്നേൽക്കൽ? ജമാഅത്തിൻ്റെ സുന്നത്താണ്. ജമാഅത്തിൻ്റെ സുന്നത്താണ് ഇക്കാമത്തിന് ശേഷം എഴുന്നേൽക്കൽ. എല്ലാ ദിവസവും രാത്രി നിയത്ത് ചെയ്യൽ. എന്താണ്? നോമ്പിൻ്റെ ഫർളാണ്. നോമ്പിൻ്റെ ഫർളുകൾ 2 എല്ലാ ദിവസവും രാത്രി നിയത്ത് ചെയ്യലും നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കലും. അടുത്തതാ, ജുമുഅ നഷ്ടപ്പെടുമെന്ന് വന്നാൽ വെള്ളിയാഴ്ച സുബ്ഹിന് ശേഷം യാത്ര പോവൽ ഹറാമാണ്. അൻഅംത അലൈഹിം. അൻഅംത അലൈഹിം എന്താണ് അർത്ഥം വരുന്നത്? നീ അനുഗ്രഹിച്ചവർ. അൻഅംത അലൈഹിം എന്ന് പറഞ്ഞാൽ നീ അനുഗ്രഹിച്ചവർ. അടുത്തതാ, കാൽമുട്ടീൻ്റെ മുൻഭാഗത്തേക്ക് നെറ്റി നേരിടുന്ന നിലക്ക് കുനിഞ്ഞ് റുക്കൂ ചെയ്യണം. ആരാണ്? ഇരുന്ന് നിസ്കരിക്കുന്നവർ. ഇരുന്ന് നിസ്കരിക്കുന്നവരുടെ റുക്കൂ എങ്ങനെ? അതൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ് കേട്ടോ. കാൽമുട്ടീൻ്റെ മുൻഭാഗത്തേക്ക് നെറ്റി നേരിടുന്ന നിലക്ക് കുനിഞ്ഞാൽ ഇരുന്ന് നിസ്കരിക്കുന്നവൻ്റെ റുക്കൂ ആകും. അടുത്തത്, ഇത് പ്രിൻറ്റിൽ ഉലൂമുദ്ദീൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയി പോയിട്ടുണ്ട്. അപ്പോൾ ഞാനതവിടെ ഫോട്ടോ ആഡ് ചെയ്ത വോയിസ് കൊടുക്കാം. ചേരുംപടി ചേർക്കാനാണ്. എന്താണ്? സൊഫ് ശരിയാക്കുക. സൊഫ് ശരിയാക്കുക എന്നത് എന്താണ്? ജമാഅത്തിൻ്റെ സുന്നത്താണ്. ജമാഅത്തിൻ്റെ സുന്നത്താണ് സൊഫ് ശരിയാക്കുക. അടുത്തത്, 2 ഖുതുബക്കിടയിൽ ഇരിക്കുക. 2 ഖുതുബക്കിടയിൽ ഇരിക്കൽ ഖുതുബയുടെ ഷർത്താണ്. ഖുതുബയുടെ ഷർത്ത്, ഓപ്ഷൻ ഡി. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ ഖുതുബയുടെ റുക്ന്, ഓപ്ഷൻ ഇ. അടുത്തത്, ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കൽ. ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കൽ എന്താണ്? ജുമുഅയുടെ സുന്നത്താണ്, ഓപ്ഷൻ എ. ജുമുഅയുടെ സുന്നത്താണ്, ഓപ്ഷൻ എ. അടുത്തത്, ളുഹറിൻ്റെ വക്തിലാവുക. ളുഹറിൻ്റെ വക്തിലാവുക എന്നത് എന്താണ്? ഓപ്ഷൻ സി. ജുമുഅയുടെ ഷർത്താണ്. ളുഹറിൻ്റെ വക്തിലാവൽ ജുമുഅയുടെ ഷർത്താണ്, ഓപ്ഷൻ സി. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കിയിട്ട് പഠിക്കണം. അപ്പോഴാണ് നമുക്കിതുപോലെ വന്നാൽ മാച്ച് ചെയ്യാൻ കഴിയുള്ളൂ. വിട്ട ഭാഗം പൂരിപ്പിക്കണം. എന്താണ്? ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ജമാഅത്ത് നിസ്കാരത്തിന് ഡേഷ് ഇരട്ടി പ്രതിഫലമുണ്ട്, 27 ഇരട്ടി. അല്ലാഹുമ്മ അൻഇഷ്ന വജ്ബുർന വഹ്ദിന ലിസ്വാലിഹിൽ അഅമാലി വൽ അഖ്ലാഖ്. നിസ്കാര ശേഷമുള്ള ദുആയിൽ നിന്ന് വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വന്നതാണ്. അതുപോലെ ഏതും വരാം. അപ്പം അത് ഏത് ഭാഗവും എഴുതാൻ കഴിയുന്ന രീതിയിൽ ആ ദുആ മനസ്സിലാക്കി പഠിക്കണം. അതുപോലെ ഫാത്തിഹ. ഫാത്തിഹയിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന അടിമ പറയുമ്പം അള്ളാഹു എന്തു പറയും? എന്താണ്? എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അങ്ങനെ അതും മനസ്സിലാക്കി പഠിക്കണം. ഇനി അടുത്തത്, ശർഈയായ കാരണമില്ലാതെ ഡേഷ് ജുമുഅ ഒഴിവാക്കിയാൽ ഹൃദയത്തിൽ സീല് വെക്കും. 3 ജുമുഅ ഒഴിവാക്കിയാൽ ഹൃദയത്തിൽ സീല് വെക്കും. അടുത്തതാ, റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാതിന. ദുആയിൽ നിന്ന് തന്നെയാണ് വന്നത്. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അപ്പോൾ അവിടെ ഖുറത അയ്യുനിൻ എന്നതാണ് അവിടെ വിട്ടത്. അതവിടെ നമുക്ക് ചേർത്ത് എഴുതാൻ കഴിയണം. അടുത്തത്, ഒരു മഅ്മൂമ് മാത്രമാണെങ്കിൽ അദ്ദേഹം ഇമാമിൻ്റെ ഡേഷ് ഭാഗത്ത് നിൽക്കണം. എവിടെയാണ്? വലത് ഭാഗത്ത് നിൽക്കണം. ഒരു നോമ്പ് നോറ്റവനെ നരകത്തിൽ നിന്ന് ഡേഷ് വർഷത്തെ ദൂരത്തേക്ക് അല്ലാഹു തആല അകറ്റും. എത്രയാണ്? 70 വർഷത്തേക്ക്. 70 വർഷത്തെ ദൂരത്തേക്ക് അല്ലാഹു തആല അകറ്റും. ഇനി ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. ഖുതുബ ഏത് ഭാഷയിലായിരിക്കണം? ഖുതുബ അറബി ഭാഷയിലായിരിക്കണം. അറബി ഭാഷയിൽ.
അടുത്തത് വിശ്വാസികളുടെ ഉണ്ടായിരിക്കേണ്ട ആളുകളുടെ എണ്ണം. ഉണ്ടായിരിക്കേണ്ട ആളുകൾ സഹിയാവാന് 40 ആളുകൾ വേണം. അപ്പോൾ ഇവിടെ 40 എന്ന് എഴുതാം. സയ്യിദുൽ അയ്യാം ഏത്? അപ്പൊ സയ്യിദുൽ അയ്യാം ഏതെന്ന് വെച്ചാൽ അത് വെള്ളിയാഴ്ചയാണ്, ദിവസങ്ങളുടെ നേതാവ് എന്നാണ് സയ്യിദുൽ അയ്യാം. അപ്പൊ ഇതിന്റെ അർത്ഥം എഴുതുക എന്ന് പറഞ്ഞാൽ ദിവസങ്ങളുടെ നേതാവ് സയ്യിദുൽ അയ്യാം, അത് വെള്ളിയാഴ്ചയാണ്. ഇന്ന് ചുരുങ്ങിയ എത്ര കിലോമീറ്റർ ദൂരമുള്ള യാത്രയിലുള്ള നിസ്കാരമാണ് കസ്റാക്കാൻ അനുവദനീയമാവുക? എത്രയാണ്? 132 132 കിലോമീറ്റർ ദൂരമുള്ള യാത്രയിലെ നിസ്കാരത്തിലാണ്. ഓക്കെ. ഇനി വെള്ളിയാഴ്ച രാപ്പകലുകളിൽ കൂടുതൽ ഓതേണ്ട സൂറത്ത് സൂറത്തുൽ കൗഫാണ്. സൂറത്തുൽ കൗഫ്. വെള്ളിയാഴ്ച രാപ്പകലുകളിൽ വർദ്ധിപ്പിക്കണം എന്ത്? സ്വലാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. അതൊക്കെ അതിനെ കൂടെ മനസ്സിലാക്കുക. ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. എന്താണ്? ജമാഅത്ത് നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ 2 എണ്ണം എഴുതുക. ജമാഅത്ത് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ. ജമാഅത്ത് ശരിയാവണമെങ്കിൽ ഷർത്ത് വേണം അല്ലേ? ഷർത്തുകൾ പൂർണ്ണമാവണം. അപ്പോൾ അത് മനസ്സിലാക്കണം. ഇമാമിനേക്കാൾ മടമ്പ് കൊണ്ട് മുന്താതിരിക്കണം. ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്നു 3 നിയ്യത്ത് ചെയ്യണം. ഓക്കെ. പിന്നെയും നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ 2 എണ്ണം എഴുതാം. ഇനി ആർക്കാണ് ജുമുഅ നിർബന്ധമുള്ളത്? ജുമുഅ ആർക്കാണ് നിർബന്ധമുള്ളത്? പ്രായപൂർത്തിയും ബുദ്ധിയും സ്വതന്ത്രരും ശർഇയായ ഉദറുകളില്ലാത്തവരുമായ എല്ലാ പുരുഷന്മാർക്കും ജുമുഅ നിർബന്ധമാണ്. ശർഇയായ കാരണമില്ലാതെ 3 ജുമുഅ ഒഴിവാക്കിയാൽ ഹൃദയത്തിൽ സീല് വെക്കപ്പെടും. മനസ്സിലാക്കണം. ഇനി ഒരാളെ അഭിനന്ദിക്കാൻ അറബിയിൽ എന്താണ് പറയുക? എന്താ പറയുക? ജസാഖല്ലാഹു ഖൈറ. ജസാഖല്ലാഹു ഖൈറ എന്നാണ്. അടുത്തത് രണ്ടാലൊരു ഖുതുബയിൽ ചൊല്ലേണ്ട റുക്ന് ഏത്? രണ്ടാലൊരു ഖുതുബയിൽ ചൊല്ലേണ്ടത്. രണ്ടാലൊരു ഖുതുബയിൽ പൂർണ്ണ ആശയമുള്ള ആയത്തോതുക. അത് ഒന്നാമത്തേതിലാവലാണ് ഉത്തമം. രണ്ടാലൊരു ഖുതുബയിൽ പൂർണ്ണ ആശയമുള്ള ആയത്ത് ഓതലാണ്. അത് ഒന്നാമത്തേതിലാവലാണ് ഉത്തമം. 2 ഖുതുബയിൽ നിർബന്ധമുള്ളത് അല്ലാഹുവിനെ സ്തുതിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലലും അല്ലാഹു തആലക്ക് തഖ്വ ചെയ്ത് ജീവിക്കാൻ ഉപദേശിക്കലും. അതാണ് 2 ഖുതുബയിലും ഉള്ള റുക്ന്. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്തത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ആശയം എഴുതുക. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. നീ ഞങ്ങളെ നേർവഴിയിൽ നടത്തണമേ. നീ ഞങ്ങളെ നേർവഴിയിൽ നടത്തണമേ എന്നാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അപ്പോൾ അത് ഏത് ലൈനും വരാം ഫാത്തിഹയിൽ നിന്ന്. അപ്പോൾ അത് മുഴുവനും മനസ്സിലാക്കി പഠിക്കണം. അടുത്തത് കസ്റാക്കി നിസ്കരിക്കുക എന്നാൽ എന്ത്? എന്താണ് കസ്റാക്കി നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ? ളുഹറും അസ്റും ഒരുമിച്ച് നിസ്കരിക്കുകയാ. ഇതിന് ജംആക്കി നിസ്കരിക്കുക എന്ന് പറയുന്നു എന്ന് പറഞ്ഞു. അതുപോലെ എന്താണ്? 4 റക്അത്തുള്ള നിസ്കാരത്തെ 2 റക്അത്ത് വീതമായി ചുരുക്കി നിസ്കരിക്കുന്നതിനാണ് കസ്റാക്കി നിസ്കരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ കസ്റും ജംഉം മനസ്സിലാക്കണം. ഇവിടെ കസ്റാണ് ചോദിച്ചത്. എന്താണ്? 4 റക്അത്ത് വീതമായി ഉള്ള നിസ്കാരം 2 റക്അത്ത് വീതമായി ചുരുക്കി നിസ്കരിക്കുന്നു. ഇതിനാണ് കസ്റാക്കുക എന്ന് പറയുന്നത്. നോമ്പ് തുറന്ന ഉടനെ എന്ത് ചൊല്ലണം? നോമ്പിൻ്റെ സുന്നത്തിൽ പഠിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ലക്കസ്സുംത വഅലാ റിസ്കിക അഫ്തർതു ദഹബൽ ലമഉ അബ്തലത്തിൽ ഉറൂഖു വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ്. ഓക്കെ. ഏതെങ്കിലും ഒരു വിഷയത്തെ 5 വരി കുറയാതെ ഉപന്യസിക്കാനാണ്. കുറിപ്പ് എഴുതണം. ജമാഅത്ത് നിസ്കാരം. ജമാഅത്ത് നിസ്കാരത്തെക്കുറിച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം? ഫർള് നിസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിക്കൽ പുരുഷന്മാർക്ക് ഫർള് കിഫായയാണ്. അതിന് വലിയ പ്രതിഫലമുണ്ട്. ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലമുണ്ട്. എല്ലാ ജമാഅത്തിലും പങ്കെടുക്കാൻ കഴിയുന്നത് മുഅ്മിനിൻ്റെ വലിയ ഭാഗ്യമാണ്. ആദ്യ സഫിൽ നിൽക്കുക, അത് തന്നെ ഇമാമിന് നേരെ പിറകിലോ അല്ലെങ്കിൽ വലതുഭാഗത്തോ നിൽക്കുക എന്നിവ പ്രത്യേകം സുന്നത്താണ്. 40 ദിവസം ഇമാമിൻ്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാം ലഭിക്കുന്നവന് നരകമോചനവും കാപട്യത്തിൽ നിന്നുള്ള മോചനവും ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ജമാഅത്ത് നിസ്കാരത്തെക്കുറിച്ച് എഴുതാം. ഇനി ജുമുഅക്ക് നേരത്തെ വരുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം. അത് ഒട്ടകത്തെ അറുത്ത് ദാനം ചെയ്യും. ആദ്യം എത്തുന്നവർക്ക്, പിന്നീടെത്തുന്നവർക്ക് മാട്, പിന്നീടെത്തുന്നവർക്ക് ആട്, പിന്നെ കോഴി, പിന്നെ കുരുവി, പിന്നെ കോഴിമുട്ട. അത് നമ്മൾ ആ പാഠത്ത് പഠിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കി പഠിക്കുക. അത് വിശദമാക്കുക. എന്നിട്ട് അടുത്ത ജുമുഅയുടെ ഷർത്തുകൾ. ജുമുഅയുടെ ഷർത്തുകൾ പഠിച്ചിട്ടുണ്ട്. ജുമുഅ നിർബന്ധമായ നാട്ടിൽ വെച്ചാവുക,
ളുഹറിൻ്റെ വക്തിലാവുക, ജുമാക്ക് മതിയാവുന്ന ആളുകളെ കൊണ്ടാവുക, 40 ആളുകൾ ഉണ്ടായിരിക്കുക, 2 ഖുതുബക്ക് ശേഷമാവുക, ജുമയിൽ 1-ാം റക്അത്ത് ജമാഅത്തായി നടക്കുക, ആ ജുമയുടെ കൂടെ അതിൻ്റെ മുമ്പോ ആ ദിവസം ആ നാട്ടിൽ മറ്റൊരു ജുമ നടക്കാതിരിക്കുക. എന്നാൽ ശർഈയായ ചില കാരണങ്ങളാൽ ഒരു നാട്ടിൽ ഒന്നിലധികം ജുമ അനുവദനീയമാവുന്ന സാഹചര്യമുണ്ടാവാം. ഇതൊക്കെ ജുമയുടെ ഷർത്തുകൾ ഏതാ. ഇനി നോമ്പിൻ്റെ സുന്നത്തുകൾ എന്തൊക്കെയാണ്? നോമ്പിൻ്റെ സുന്നത്തുകൾ: അനാവശ്യ സംസാരങ്ങളും കളികളും ഒഴിവാക്കൽ, ഖുർആൻ പാരായണം, ദിക്ർ, ദാനധർമ്മം എന്നിവ വർദ്ധിപ്പിക്കൽ, എത്തിക്കാഫ് നിർവഹിക്കൽ, പകൽ സമയത്ത് സുഗന്ധം ഒഴിവാക്കൽ, ദുർവികാരങ്ങളിൽ നിന്നും ദുശ്ചിന്തകളിൽ നിന്നും മാറി നിൽക്കൽ, അത്താഴം കഴിക്കൽ, സമയമായ ഉടനെ നോമ്പ് തുറക്കൽ, അത് ഈത്തപ്പഴം, വെള്ളം എന്നിവ ഉപയോഗിച്ച് നോമ്പ് തുറക്കൽ, നോമ്പ് തുറന്ന ഉടനെ അല്ലാഹുമ്മ ലക്കസുംത വഅലാ റിസ്ഖിക അഫ്തർതു ദഹബല്ലാഹു വബതലത്തിൽ ഉറൂഖു വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ് എന്ന ദിക്ർ ചൊല്ലുക. ഇതൊക്കെ നോമ്പിൻ്റെ സുന്നത്തുകളാണ്. അപ്പോൾ ഇതൊക്കെ പഠിക്കുക. പിന്നെ ഖുതുബയുടെ ഷർത്ത്, ഖുതുബയുടെ റുക്കിന് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 ഖുതുബയിലും നിർബന്ധമായത് ഒക്കെ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ചോദ്യപേപ്പറിലുള്ളത്. എല്ലാവരും ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.